നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നവജാത ശിശുക്കൾ എന്തിനാണ്, കുഞ്ഞു കുട്ടികൾ കരയുന്നത് എന്തിനാണെന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ട് കുറച്ച് ആളുകൾ ചോദിച്ചു, സാധാരണയായിട്ട് നവജാത ശിശുക്കളിൽ കണ്ടുവരുന്ന ചെറിയ രോഗലക്ഷണങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ട രീതിയിലുള്ളത് എന്താണ്, അല്ലെങ്കിൽ അത് നോർമലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ച് 28 ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ സാധാരണയായിട്ട് കാണുന്ന ചില രോഗലക്ഷണങ്ങളും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്, വൈദ്യസഹായം തേടേണ്ടത് ഏതാണ്, അല്ലാതെ നോർമലായിട്ട് തന്നെത്താൻ മാറുന്നത് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ചെറിയ കുട്ടികളിൽ കാണുന്ന തുമ്മൽ, കുറുകൽ, പിന്നെ അതുപോലെ എക്കിള്, ഇത് 3 സംഭവം സാധാരണയായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കുട്ടികൾ തുമ്മിയത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികളിങ്ങനെ എക്കിളുള്ളത് കൊണ്ടോ അല്ല പാല് കുടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചെറിയൊരു കുറുകലോ അതിന് നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് നോർമലായിട്ട് കാണുന്ന ഒരവസ്ഥയാണ്. പിന്നെ എല്ലാവരും പറയാറുണ്ട്, ജനിച്ച പാടുള്ള കുട്ടികൾ രാത്രിയിൽ ഒരുപാട് നേരം കരയാറുണ്ട്, രാത്രിയിൽ ഉണർന്ന് പാല് കുടിക്കാറുണ്ട്, രാവിലെയാണ് ഉറങ്ങുന്നതെന്ന്. അപ്പോൾ അതും വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ എന്താണ് നമ്മളായിട്ട് നമ്മുടെ ഈ ഒരു ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ സമയമെടുക്കും. അപ്പോൾ ആദ്യം ഒരു 28 ദിവസം വരെയൊക്കെ കുട്ടികൾ രാത്രിയിലാണ് കൂടുതൽ ആക്റ്റീവായിട്ട് ഉണർന്നിരിക്കാനും കരയാനും പാല് കുടിക്കാനൊക്കെ പ്രവണത രാത്രിയാണ് കൂടുതൽ കാണിക്കാറ്. പിന്നെ രാവിലെ അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കാണാം. അപ്പോൾ നമ്മൾ എന്താണ്, ഇതുപോലുള്ള കുട്ടികളുടെ അമ്മമാർ കുഞ്ഞുങ്ങൾ രാവിലെ കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ കൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രാത്രിയിൽ ഉണർന്നിരുന്ന് അവർക്ക് ഫീഡ് ചെയ്യാനും അവരെ കൂടെ ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ടും അവർ ഒന്ന് തയ്യാറാവേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്രമേണ അത് മാറി വന്ന് നമ്മളെ പോലെയൊക്കെ നോർമലായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതും വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അതിന് പേടിക്കേണ്ടോ ടെൻഷൻ അടിക്കേണ്ടോ യാതൊരു ആവശ്യമില്ല. പിന്നെ കുട്ടികൾ ജനിച്ച് പാടെ കുട്ടികൾ പാസ് ചെയ്യുന്ന മോഷൻ, അതായത് കുഞ്ഞുങ്ങളുടെ സ്റ്റൂള് ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബ്ലാക്ക് കളറിലുള്ള സ്റ്റൂള് ദിവസം പോകുന്നതിനനുസരിച്ച് പാലൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് മെല്ലെ മെല്ലെ ആയിട്ട് അതൊരു യെല്ലോയിഷ് കളറിലേക്ക് മാറി മാറി വരും. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ 10ഓ 12ഓ പ്രാവശ്യം മോഷൻ പാസ് ചെയ്തെന്നിരിക്കും. ഓക്കെ, പാല് കുടിക്കും തോറും കുഞ്ഞുങ്ങൾ മോഷൻ പാസ് ചെയ്തെന്നിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിന് ട്രാൻസിഷണൽ സ്റ്റൂൾസ് എന്നൊക്കെ പറയും. അതായത് കുട്ടികൾ ഇങ്ങനെ 10ഓ 12ഓ പ്രാവശ്യം ഇതുപോലെ മോഷൻ പാസ് ചെയ്താലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് കിട്ടുന്ന കുട്ടികളാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ തവണ എന്നിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ തന്നെ ചില കുട്ടികൾ 2ഓ 3ഓ ദിവസത്തിൽ ഒരിക്കൽ മോഷൻ പാസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ ജനിച്ച് 2ഓ 3ഓ ദിവസം ആയ കുട്ടികളിൽ നമ്മൾ ചില സമയത്ത് എന്താ കൊതുകുകൾ കടിച്ച പോലുള്ള കുഞ്ഞു റെഡ് സ്പോട്ട് അവരുടെ ദേഹത്ത് കാണാം. അത് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ മുഖത്ത് കാണാം, ചിലപ്പോൾ കൈകളിൽ കാണാം, കാലുകളിൽ കാണാം. രാവിലെ കണ്ട സ്ഥലത്തായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്ന റെഡ് സ്പോട്ട്സ് കാണാറുണ്ട്. അപ്പോൾ ഇത് എരിതിമ ടോക്സിക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതും വളരെ നോർമലായിട്ടുള്ള അവസ്ഥയാണ്. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയോ മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, വേറെ പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഒന്നും ഇല്ലയെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന കുട്ടികളിലാണ് ഇത് കാണുന്നതെങ്കിൽ നമ്മൾ അത് മാറുന്നവരെ കുട്ടികൾക്ക് എണ്ണയൊന്നും തേപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമ്മൾ മൂക്കിൻ്റെ തുമ്പത്തായിട്ട് വൈറ്റ് കളറിലുള്ള സ്പോട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് മീലിയ എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനും പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല. ചില കുഞ്ഞുങ്ങളിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അത് തന്നെത്താൻ തന്നെ മാറിപ്പോകുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങളിൽ 7 ദിവസം മുതൽ 14 ദിവസം വരെ അവരുടെ പൊക്കിൾ കൊടി അറ്റുപോകാറുണ്ട് അല്ലേ. അത് സ്വാഭാവികമായി തന്നെത്താൻ തന്നെ അത് അറ്റുപോകും. അപ്പോൾ ഈ സമയത്ത് ചില കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടിയുടെ അവിടെ 1ഓ 2ഓ ഡ്രോപ്പ് ബ്ലഡ് കണ്ടെന്നിരിക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അതും നോർമലാണ്. പിന്നെ പെൺകുഞ്ഞുങ്ങളിൽ ചില സമയത്ത് വെജൈനയുടെ അവിടെ നിന്ന് ബ്ലഡ് ഡിസ്ചാർജ്, മെൻസ്ട്രുവേഷൻ പോലെ ബ്ലഡ് ഡിസ്ചാർജ് കണ്ടെന്നിരിക്കാം. എല്ലാ കുഞ്ഞുങ്ങളിലും കാണണമെന്നില്ല, ചില പെൺകുഞ്ഞുങ്ങളിൽ ഇങ്ങനെ കാണാം. അപ്പോൾ അത് എന്താണ്, പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ അമ്മയുടെ യൂട്രസിനകത്തായിരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺസിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചികിത്സയോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതും നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ആൺകുഞ്ഞുങ്ങളിലും പെൺകുഞ്ഞുങ്ങളിലൊക്കെ ഒരുപോലെ കാണുന്ന ഒരു അവസ്ഥയാണ് അവരുടെ നിപ്പിൾ ഹാർഡായിട്ട്
കട്ടിയായിട്ടുണ്ടാവുക വെച്ചാൽ മുലഞ്ഞിട്ട് കട്ടിയായിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതും വളരെ നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അത് ചിലപ്പോൾ കുളിക്കുന്നയോ അല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോഴോ എണ്ണ തേപ്പിക്കുമ്പോഴൊക്കെ അത് ഉടച്ച് കളയാറുള്ള ഒരു പതിവുണ്ട്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതും നോർമലായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്നതാണ്, കുഞ്ഞുങ്ങളുടെ കണ്ണിലൊരു യെല്ലോയിഷ് ഒരു സ്ലൈറ്റായിട്ട് ഒരു യെല്ലോ കളർ കാണാറുണ്ട്. അപ്പോൾ അതും നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ളതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. പിന്നെ ആദ്യം ഞാൻ പറയുണ്ടായി കുഞ്ഞുങ്ങളിൽ കുറുകലും തുമ്മലും ഒക്കെ നോർമലായിട്ട് വരാറുണ്ടെന്നല്ലേ. പക്ഷേ കുഞ്ഞുങ്ങളിൽ ചുമ കാണുകയാണെങ്കിൽ രാത്രിയിൽ ഉണ്ടാവുന്ന ചുമയോ അല്ലെങ്കിൽ ദിവസം കൂടുന്തോറും കൂടി വരുന്ന ചുമ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ല. ചുമ കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വൈദ്യസഹായം തേടേണ്ടതുണ്ട്. ചുമ മാത്രമല്ല, കുഞ്ഞുങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡഡ് സൗണ്ട്സ്, അതായത് വീസിങ് പോലുള്ളയോ അങ്ങനെ എന്തെങ്കിലും വേറെ ഒരു ശബ്ദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വാരിയൽ റിബ്സിന് ഇടയിൽ മാംസലമായിട്ടുള്ള പ്ലേസ് അകത്തോട്ട് കുഴിഞ്ഞു പോവുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നിർബന്ധമായിട്ട് വൈദ്യസഹായം തേടേണ്ട ആവശ്യമുണ്ട്. പിന്നെ മോഷൻ പാസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതൊരു 10-12 ആണെങ്കിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട. പക്ഷേ നന്നായിട്ട് പാലൊക്കെ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 6 മുതൽ 10 പ്രാവശ്യം വരെ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യും, മൂത്രം ഒഴിക്കും. ഇത് 5-ന് താഴെയൊക്കെ ആണെങ്കിൽ, അതായത് കുട്ടികൾ വളരെ കുറവാണ് മൂത്രം പാസ് ചെയ്യുന്നെങ്കിൽ, യൂറിൻ പാസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അത് നമ്മൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞു സ്പോട്ട്, റെഡ് സ്പോട്ട്, മൂക്കിൻ്റെ അറ്റത്ത് കാണുന്ന വൈറ്റ് സ്പോട്ടൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികളിൽ ഇതുപോലെ സ്പോട്ട് കാണുന്നതിൻ്റെ കൂടെ ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് കാണിക്കുക, കുഞ്ഞുങ്ങൾ ഞെരിപിരി കൊള്ളുക, കുഞ്ഞുങ്ങളുടെ ദേഹം അമിതമായ ടെമ്പറേച്ചർ കാണിക്കുക, കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കരയുക, പിന്നെ ഇതുപോലെ ഈ സ്പോട്ടിന് ചുറ്റും ചലം ഉണ്ടാവുക, പസ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ കുഞ്ഞുങ്ങളിൽ പൊക്കിൾ അറ്റ് വീഴുന്ന സമയത്ത് 1-2 ബ്ലഡ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് കൂടുതലായിട്ട് കാണുകയോ അല്ലെങ്കിൽ പഴുപ്പ് ഡിസ്ചാർജ് ഇങ്ങനെ അവിടുന്ന് പഴുപ്പ് വരികയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോശം സ്മെല്ല് ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണ്, പൊക്കിളിന് ചുറ്റും ഒരു റെഡിഷ് കളർ ആയിട്ട് ഇത്തിരി ഉയർന്നിരിക്കുകയാണ്, എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ലക്ഷണമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കേണ്ടതുണ്ട്. പൊക്കിൾ അറ്റ് വീണ കുട്ടികളെ നിർബന്ധമായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുളിപ്പിക്കുമ്പോൾ വാഷ് ചെയ്തിട്ട് അവിടെ നന്നായിട്ട് ഒരു കോട്ടൺ കൊണ്ട് ഒപ്പി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ കുഞ്ഞുങ്ങളിൽ കണ്ണിൽ കാണുന്ന മഞ്ഞ നിറം നോർമലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ കുഞ്ഞുങ്ങളുടെ കൈപ്പത്തിയിൽ, കാലിൽ, പിന്നെ കവിളിൽ, ചെസ്റ്റിൽ, പൊക്കിളിൻ്റെ താഴെയൊക്കെ ആയിട്ട് മഞ്ഞ ഷെയ്ഡ് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികളെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. കാരണം അത് അവർക്ക് എന്താണ് നിയോനാറ്റൽ ജോണ്ടീസ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ ഇത്തിരി കൂടിയൊരു സ്റ്റേജിലായിരിക്കും അങ്ങനെ ഷെയ്ഡ് കാണിക്കുന്നത്. അപ്പം നിർബന്ധമായിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളിൽ ഇതുപോലെ വീസിങ്, കഫക്കെട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കുട്ടികൾ നിർത്താതെ കരയുകയോ ചെവി, വയറ് അങ്ങനെ ഏതെങ്കിലും ഭാഗം തൊട്ട് കരയുകയാണെങ്കിലോ പാല് കുടിച്ചതിന് ശേഷം കുട്ടികൾ ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ കുട്ടികളിൽ കാണുന്ന വേറൊരു കാര്യമാണ് പനി കുട്ടികളിൽ സാധാരണയായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പെട്ടെന്ന് ടെമ്പറേച്ചർ അങ്ങ് കുറഞ്ഞു പോവുക, അതായത് കൈ കാലുകളൊക്കെ തണുത്തു പോകുന്നൊരവസ്ഥ. അപ്പം അതും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ കുട്ടികളിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ ഡൗൺ ആവാനുള്ള ഒരു ചാൻസസും കാണാറുണ്ട്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുവിധം കുട്ടികളെ സംബന്ധിച്ച് കൂടുതലായിട്ട് നോർമലായിട്ട് കാണുന്നതും നമ്മൾ വൈദ്യസഹായം തേടേണ്ടതും അല്ലാതെ തന്നെത്താൻ പോകുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളെ എപ്പോഴും നന്നായിട്ട് കവർ ചെയ്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുക. കുഞ്ഞുങ്ങൾക്ക് അമിതമായ തണുപ്പൊന്നും അവർക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഫാനിൻ്റെ തൊട്ട് താഴെ കുഞ്ഞുങ്ങളെ കിടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ജനലിൻ്റെ തൊട്ടടുത്തൊക്കെ കുട്ടികളെ കിടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. AC ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 26-28 അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം.
കുഞ്ഞുങ്ങളെ നന്നായിട്ട് കവർ ചെയ്ത് തന്നെ കിടത്തുക. കൈയും കാലും ഒക്കെ തണുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, കുട്ടികൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ ഡയപ്പേഴ്സും വൈപ്സും വെറ്റ് ടിഷ്യൂ ഒക്കെ അത്ര അത്യാവശ്യമാണെങ്കിൽ യാത്രയുടെ അവസ്ഥയിലും അങ്ങനെയൊക്കെ മാത്രം യൂസ് ചെയ്യുക. നിത്യം ഡയപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡയപ്പർ റാഷസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും കുട്ടികൾക്ക് കോട്ടൺ ഡ്രസ്സ് അലക്കി വെയിലത്തുണക്കിയ കോട്ടൺ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കൺമഷി, പൗഡർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ പൗഡറൊക്കെ അത്ര അത്യാവശ്യമാണെങ്കിൽ ഒരു കയ്യിൽ തട്ടിയിട്ട് നമ്മൾ കഴുത്തിന് താഴോട്ട്, മുഖത്തൊന്നും പൗഡർ ആക്കാതെ കഴുത്തിന് താഴോട്ട് യൂസ് ചെയ്യുക. പഫ് ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾക്ക് പാല് കൊടുത്തതിന് ശേഷം ബർപ്പിംഗ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.